വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 35 മുതൽ 45 വരെയുള്ള തിരുവചനങ്ങൾ. സെബദി പുത്രന്മാരായ യാക്കോബും യോഹന്നാനും അവനെ സമീപിച്ച് അപേക്ഷിച്ചു, ഗുരു, ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നതെന്തും ഞങ്ങൾക്ക് ചെയ്തു തരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അവൻ ചോദിച്ചു, നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അവർ പറഞ്ഞു, അങ്ങയുടെ മഹത്വത്തിൽ ഞങ്ങൾ ഒരാൾ അങ്ങയുടെ വലതുവശത്തും മറ്റേയാൾ ഇടതുവശത്തും ഉപേക്ഷിതരാകുവാൻ അനുവദിക്കണമേ. യേശു പ്രതിവചിച്ചു, നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കാനോ ഞാൻ സ്വീകരിക്കുന്ന സ്നാനം സ്വീകരിക്കുവാനോ നിങ്ങൾക്ക് കഴിയുമോ? ഞങ്ങൾക്ക് കഴിയും എന്നവർ മറുപടി പറഞ്ഞു. യേശു അവരോട് പറഞ്ഞു, ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കും, ഞാൻ സ്വീകരിക്കുന്ന സ്നാനം നിങ്ങൾ സ്വീകരിക്കും. ഞാൻ എൻ്റെ വലതുവശത്തോ ഇടതുവശത്തോ ഇരിക്കുവാനുള്ള വരം തരേണ്ടത് ഞാനല്ല, അതാർക്കു വേണ്ടി സജ്ജമാക്കപ്പെട്ടിരിക്കുന്നുവോ അവർക്കുള്ളതാണ്. ഇത് കേട്ടപ്പോൾ ബാക്കി 10 പേർക്ക് യാക്കോബിനോടും യോഹന്നാനോടും അമർഷം തോന്നി. യേശു അവരെ അടുത്ത് വിളിച്ചു പറഞ്ഞു, വിജാതിരുടെ ഭരണകർത്താക്കൾ അവരുടെ മേൽ യജമാനത്വം പുലർത്തുന്നുവെന്നും അവരുടെ പ്രമാണികൾ അവരുടെ മേൽ അധികാരം പ്രയോഗിക്കുന്നുവെന്നും നിങ്ങൾക്കറിയാമല്ലോ. എന്നാൽ നിങ്ങളുടെ ഇടയിൽ അങ്ങനെ ആകരുത്. നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനായിരിക്കണം. നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ദാസനുമായിരിക്കണം. മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും സ്വന്തം ജീവൻ അനേകർക്ക് വേണ്ടി മോചനദ്രവ്യമായി നൽകുവാനും അത്രേ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. മിശിഹായിൽ ഏറ്റവും പ്രിയമുള്ളവരെ, തേജസ്കരണ കാലത്തെ 4-ാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം കടന്നു വന്നിരിക്കുന്നു. നമ്മുടെ ചിന്തയ്ക്ക് സഭ നമുക്ക് നൽകിയിരിക്കുന്നത് മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 35 മുതൽ 45 വരെയുള്ള തിരുവചനങ്ങളാണ്. ഇവിടെ തൻ്റെ സഹോദരന്മാരായ യാക്കോബും യോഹന്നാനും സെബദി പുത്രന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്ന് യേശുവിനോട് വളരെ ഗൗരവമായ ഒരാവശ്യം ഉന്നയിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായത്തിൽ 20 വാക്യങ്ങളിൽ നമുക്ക് ഇതേ സംഭവം കാണാൻ സാധിക്കും. അവിടെ സെബദി പുത്രന്മാരുടെ അമ്മയും കൂട്ടിക്കൊണ്ടാണ് അവർ യേശുവിൻ്റെ അടുക്കിലേക്ക് വരുന്നത്. ഈ സെബദി പുത്രന്മാരുടെ അമ്മ പരിശുദ്ധ മറിയത്തിൻ്റെ സഹോദരിയാണ്. അപ്പോൾ ആ ഒരൊറ്റ കാരണത്താൽ ഈ സഹോദരന്മാർക്ക് യേശുവിൻ്റെ ഇടത്തും വലത്തും ഇരിക്കുവാനുള്ള അവസരം കിട്ടണം. കാരണം അവർക്ക് ദൈവരാജ്യത്തെക്കുറിച്ച് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. യേശു ഒരു രാജ്യം സ്ഥാപിക്കും, ഒരു അധികാര സീമയിലെത്തും. അധികാരത്തിൽ അവർക്ക് പദവി വേണം, അവർക്ക് അധികാരം വേണം. യേശുവിനോടത്ത് ഇടത്തും വലത്തും ഇരുന്ന് ആധികാരികമായി ഭരിക്കുവാനുള്ള അവകാശം വേണം. നമുക്കറിയാം, ഇടത്തും വലത്തും ഇരിക്കുക എന്ന് പറയുമ്പോൾ ഏറ്റവും ഉന്നതമായ 2 പദവികൾ, ആഭ്യന്തരമന്ത്രിയായിട്ടും റവന്യൂ മന്ത്രിയുമായിട്ടുമൊക്കെ ഉദ്യോഗം കിട്ടണം. ഇതിന് യേശു നൽകുന്ന ഉത്തരമാണ് 2 ഭാഗങ്ങളിലായിട്ട് ഈ സുവിശേഷത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഒന്നാമത് കർത്താവ് 3 കാര്യങ്ങൾ പറയും. ഒന്നാമത് കർത്താവ് പറയുന്നത്, നിങ്ങൾ ഈ ചോദിക്കുന്നത് ഇടത്തും വലത്തും ഇരിക്കുന്ന ഈ ഒരു അവകാശം അത് എനിക്ക് നിങ്ങൾക്ക് തരാവുന്ന ഒന്നല്ല, അത് ആർക്കു വേണ്ടി നിശ്ചയിച്ചിരിക്കുന്നുവോ അവർക്ക് വേണ്ടിയുള്ളതാണ്. നിത്യതയിൽ ദൈവരാജ്യത്തിൽ തമ്പുരാന്റെ ഇടത്തും വലത്തും ഇരിക്കുവാനുള്ള ഭാഗ്യം അത് പിതാവായ ദൈവം നിശ്ചയിക്കും ആരാണ് അവിടെ ഇരിക്കേണ്ടത് എന്നുള്ളത്. അത് ഇവർ ഭാവന ചെയ്യുന്നത് പോലൊരു രാജ്യത്തെക്കുറിച്ചല്ല, അത് ദൈവരാജ്യത്തെക്കുറിച്ചാണ്. അപ്പൊ കർത്താവോട് പറയുന്നത് അങ്ങനെയാണ്, യേശു പ്രതിവചിച്ചു, നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ല. അവർക്ക് യഥാർത്ഥത്തിൽ അവരെന്താ ചോദിക്കുന്നതെന്ന് അവർക്കറിയില്ല. അവരൊരു മാനുഷികമായി, ലൗകികമായി, ഭൗതികമായി അവർക്കും യേശുവിൻ്റെ അധികാരത്തിൽ പങ്കുവേണം. ഇതാണ് അവർ ചോദിച്ചിരിക്കുന്നത്. എന്നാൽ 2 കാര്യം കൂടി കർത്താവ് വീണ്ടും പറയും. കർത്താവിനോട് പറയും, ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കാനോ ഞാൻ സ്വീകരിക്കുന്ന സ്നാനം സ്വീകരിക്കുവാനോ നിങ്ങൾ കഴിയുമോ? ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കാനോ ഞാൻ സ്വീകരിക്കുന്ന സ്നാനം സ്വീകരിക്കുവാനോ നിങ്ങൾ കഴിയുമോ? ഞങ്ങൾ കഴിയും, അവർ മറുപടി പറഞ്ഞു.
യേശുവോട് പറഞ്ഞു, ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കും, ഞാൻ സ്വീകരിക്കുന്ന സ്നാനം നിങ്ങൾ സ്വീകരിക്കും. അതെ, കർത്താവ് വളരെ മുൻകൂട്ടി അവരുടെ ജീവിതത്തിന്റെ അവസ്ഥയെക്കുറിച്ച്, അന്ത്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുകയാണ്. യേശു പറയുന്ന ഈ രണ്ട് കാര്യങ്ങൾ, ഒന്ന് പാനപാത്രം, രണ്ട് സ്നാനം, അത് കർത്താവിന്റെ പീഡാനുഭവത്തെക്കുറിച്ച് കർത്താവ് പറയുകയാണ്. മനുഷ്യന്റെ സഹനത്തെക്കുറിച്ച് കർത്താവ് പറയുകയാണ്. കർത്താവിന് അറിയാമായിരുന്നു യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് എല്ലാവർക്കും ഉണ്ടാകാൻ പോകുന്ന അനുഭവത്തെക്കുറിച്ച്. മത്തായി ശ്ലീഹ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പിന്നാലെ വരുവാൻ ആഗ്രഹിക്കുന്നവൻ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരണം. യേശുവിൻ്റെ അനുയായി ആകുക എന്ന് പറയുന്നത് തന്നെ കുരിശിലെ യാത്രയാണ്. യജമാനേക്കാൾ വലിയ ഭൃത്യനില്ല. യേശുവിനെ അവർ കുരിശിച്ചുവെങ്കിൽ എല്ലാ ക്രിസ്ത്യാനിയും അവർ പീഡിപ്പിക്കും. പീഡനം ക്രിസ്തു മതത്തിൻ്റെ അവകാശം പോലെയാണ്. അപ്പോൾ ദൈവരാജ്യത്തിൽ അവകാശം കിട്ടണമെങ്കിൽ ഈ സഹനത്തിന് നിങ്ങൾ തയ്യാറാകണം. സഹനത്തിലൂടെ മാത്രമേ നമുക്ക് രക്ഷ പ്രാപിക്കുവാൻ സാധിക്കത്തുള്ളൂ. ദർ ഇസ് നോ ക്രൗൺ വിത്തൗട്ട് ദ ക്രോസ്. കുരിശില്ലാതെ രക്ഷയില്ല, കുരിശില്ലാതെ കിരീടമില്ല. ഇതാണ് കർത്താവ് പറയാൻ ആഗ്രഹിക്കും. കർത്താവിന് മുൻകൂട്ടി കണ്ടു ഈ ശിഷ്യന്മാരെ അനുഭവിക്കാൻ പോകുന്ന പീഡകളെ കുറിച്ച്. ആദ്യത്തെ രക്തസാക്ഷി യാക്കോബാണ്. അത് കർത്താവ് മുൻകൂട്ടി കണ്ടു. അതേസമയം യോഹന്നാൻ അവസാനം വരെയും കർത്താവിന്റെ പീഡാനുഭവത്തിൽ പങ്കുപറ്റി ഒരു സാധാരണ മരണം ജീവിച്ച ആളാണ് യോഹന്നാൻ. എന്നാലും തന്റെ സഹനത്തിന്റെ ചുളയിൽക്ക് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. എല്ലാ ശിഷ്യന്മാരും രക്തസാക്ഷികളായിരുന്നു. പല വിധത്തിൽ പല സ്ഥലത്ത് കർത്താവിന് വേണ്ടി ജീവൻ ത്യജിച്ചവരാണ്. സഭയുടെ ചരിത്രം തന്നെ രക്തസാക്ഷികളുടെ ചരിത്രമാണ്. അതുകൊണ്ടാണ് വിശുദ്ധന്മാർ പറഞ്ഞത്, ദ ബ്ലഡ് ഓഫ് ദ മാർട്ടിയേഴ്സ് ഈസ് ദ സീഡ് ഓഫ് ദ ചർച്ച്. സഭയുടെ ബീജം രക്തസാക്ഷികളുടെ രക്തമാണ്. നൂറ്റാണ്ടുകൾ, നീറോ മുതൽ കോൺസ്റ്റന്റൈൻ വരെയുള്ള 10 ചക്രവർത്തിമാരുടെ ചരിത്രങ്ങൾ മുഴുവനും മതപീഡനത്തിന്റെ ചരിത്രമാണ്. ക്രിസ്ത്യാനിയാണോ പീഡിപ്പിക്കപ്പെട്ടിരിക്കും, സ്വത്ത് കണ്ടുകെട്ടപ്പെട്ടിരിക്കും, അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കും, ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കും. ക്രൂരമായ മർദ്ദനത്തിന് കൈവെട്ടിക്കളയുക, കാൽവെട്ടിക്കളയുക, തലവെട്ടിക്കളയുക, എണ്ണയിലേറ്റ് പൊരിക്കുക, അങ്ങനെ അതിഭയാനകമായ പീഡനമാണ് ക്രൈസ്തവർ അനുഭവിക്കേണ്ടി വരുന്നത്. അത് കർത്താവ് മുൻകൂട്ടി പറയുകയാണ്, ഞാൻ സ്വീകരിക്കുന്ന പാനപാത്രം നിങ്ങൾ സ്വീകരിക്കണം, ജ്ഞാനസ്നാനം നിങ്ങൾ സ്വീകരിക്കണം. അവർ പറഞ്ഞു ഞങ്ങൾ സ്വീകരിക്കാം. കർത്താവ് പറയും നിങ്ങൾ സ്വീകരിക്കും. കർത്താവിന് അറിയാമായിരുന്നു അവരത് സ്വീകരിക്കുമെന്ന്. ശിഷ്യന്മാർക്ക് എല്ലാവർക്കും ഉണ്ടാകാൻ പോകുന്ന പീഡകളെ കുറിച്ച് കർത്താവ് മുൻകൂട്ടി അവർക്ക് സൂചന നൽകുകയാണ്. എന്നാൽ ശിഷ്യന്മാർക്ക് ഇവർ വന്ന് ചോദിച്ചത് അത്ര ഇഷ്ടപ്പെട്ടില്ല. അവർക്ക് എങ്ങനെയെങ്കിലും മുൻകൂട്ടി ഈ അധികാരം ഉറപ്പിക്കണമെന്ന് ആഗ്രഹിച്ചു. ഉടനെ കർത്താവ് അവരെല്ലാവരെയും വിളിച്ചു, 10 പേരെ അടുത്ത് വിളിച്ചു പറഞ്ഞു, നിങ്ങൾ വിജാതീയരെ പോലെ ചിന്തിക്കരുത്. അവരവരുടെ ഭരണകർത്താക്കൾ അവരുടെ മേൽ യജമാനത്വം പുലർത്തുന്നവരാണ്. നിങ്ങൾ അങ്ങനെയല്ല. എന്താണ് ക്രിസ്തീയ അധികാരം? അധികാരം സേവനമാണ്, അധികാരം ശുശ്രൂഷയാണ്. അവിടെയാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഒന്നാമനാകുവാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ദാസനാകണം. യോഹന്നാൻ 13 എടുത്ത് വായിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. അന്ത്യത്താഴ സമയത്ത് കർത്താവ് ആദ്യം കാണിക്കുന്നത് ലോകത്തിൽ ഒരിക്കലും ആരും കാണിച്ചിട്ടില്ലാത്ത അതിമനോഹരമായ ഹൃദയസ്പർശിയായ ഒരു സംഭവമാണ്. അവൻ ഇലയിൽ തുണി ചുറ്റി പാത്രത്തിൽ വെള്ളമെടുത്തു, ഓരോ അപ്പോസ്തലന്റെ അടുക്കൽ ചെന്ന് അവിടെ പാദങ്ങൾ കഴുകി, ആ കഴുകി തുടച്ചു, തുണി കൊണ്ട് തുടച്ചു, അതിൽ ചുംബിച്ചു. പ്രതീകാത്മകമായി നമ്മുടെ എല്ലാ ദേവാലയങ്ങളിലും പിതാക്കന്മാര് പെസഹായുടെ ദിവസത്തില് ഈ പാദം കഴുകൽ ശുശ്രൂഷ നടത്തും. അതിന് വലിയൊരു അർത്ഥമുണ്ട്, വലിയൊരു ശുശ്രൂഷയാണത്, വലിയൊരു സേവനമാണ്. യഹൂദന്മാരുടെ ഇടയിൽ അടിമകൾ പോലും ആരുടെയും പാദങ്ങൾക്ക് വെള്ളമൊഴിച്ചു കൊടുക്കില്ല. ഇവിടെ സർവാധിപതിയായ രാജാവ്, ദൈവാദി ദൈവം മുട്ടുകുത്തി നിന്ന് തൻ്റെ അപ്പോസ്തലന്മാരുടെ പാദങ്ങൾ കഴുകി അത് തുടച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എന്നെ ഗുരുവെന്ന് വിളിക്കുന്നു, നിങ്ങൾ എന്നെ നാഥനെന്ന് വിളിക്കുന്നു, ഞാൻ നിങ്ങളുടെ ഗുരുവും നിങ്ങളുടെ നാഥനുമാണ്. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ പരസ്പരം ചെയ്യണം. കർത്താവ് പറയുന്നതിന്റെ അർത്ഥം, നിങ്ങൾ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ദാസനാകണം, എല്ലാവരുടെയും ശുശ്രൂഷകനാകണം.
മാർപ്പാപ്പ തിരുമേനി സ്വയം വിശേഷിപ്പിക്കുന്നത് ദാസന്മാരുടെ ദാസൻ എന്നാണ്. ലോകത്തിലുള്ള എല്ലാ ദാസന്മാരുടെയും ദാസനാണ് മാർപ്പാപ്പ തിരുമേനി. ക്രിസ്തുവിന്റെ ദാസൻ, എളിയ ദാസൻ. ഈ ഒരു അവബോധം ഓരോ ക്രിസ്ത്യാനിക്കും ഉണ്ടാകണം. നമ്മൾ ഏതെങ്കിലുമൊക്കെ പദവിയിൽ എത്തുമ്പോൾ, ഏതെങ്കിലുമൊക്കെ അധികാരങ്ങളിൽ എത്തുമ്പോഴത്, അത് സഭയുടെ അധികാരങ്ങൾ മാത്രമല്ല, നാം ഒരു മെത്രാനോ ഒരു വികാരി ജനറാളോ അല്ലെങ്കിൽ ഏതെങ്കിലും അതുപോലൊരു ഒരു പോസ്റ്റോ എടുക്കുമ്പോഴും അല്ല, ലോകത്തിന്റെ ഒരു പോസ്റ്റ് എടുക്കുമ്പോൾ തന്നെയും ഏതെങ്കിലും ഒരു പദവിയിൽ നമ്മൾ എത്തുമ്പോഴും നമ്മൾ ഓർത്തോണം, അതൊരു ശുശ്രൂഷയാണ്. ദൈവം നമ്മളെ പ്രത്യേകമായി നിയോഗിച്ചിരിക്കുകയാണ്. ആ ഒരു ശുശ്രൂഷയിലൂടെ ദൈവരാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മുടെ അടുക്കൽ വരുന്ന ഒരാൾക്ക് എത്രമാത്രം നല്ല ശുശ്രൂഷ കൊടുക്കാൻ സാധിക്കും? നമ്മുടെ നല്ല വാക്കുകൊണ്ട്, നമ്മുടെ നല്ല സ്പർശനം കൊണ്ട്, നമ്മുടെ നല്ല നോക്കുകൊണ്ട്, നമ്മുടെ നല്ല പ്രവൃത്തി കൊണ്ട് ഒക്കെ നമുക്ക് അനേകരെ ശുശ്രൂഷിക്കാൻ സാധിക്കും. നമുക്ക് പലപ്പോഴുമുള്ള നമ്മൾ വ്യക്തിപരമായ ഒരുപാട് അനുഭവങ്ങളുണ്ട്. നമ്മൾ ചില ആശുപത്രികളിലൊക്കെ ചെല്ലാമെങ്കിൽ, രോഗിയായിട്ട് ചെന്നാലും വിസിറ്റേഴ്സായിട്ട് ചെന്നാലും, ആ രോഗി ആശുപത്രികളിലെ പെരുമാറ്റങ്ങൾ നമുക്ക് വളരെ 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 അത്ഭുതം തോന്നും. ആളുകൾ എത്ര മാന്യമായി നമ്മളെ വന്ന് സ്വീകരിക്കുന്നു, എത്ര കരുതലോടെ നമ്മെ എമർജൻസി വാർഡിലേക്ക് കൊണ്ടുപോകുന്നു, എത്രമാത്രം ശ്രദ്ധയോടെ, എത്രമാത്രം ഭക്തിയോട് നമ്മെ ശുശ്രൂഷിക്കുവാനായിട്ട്, നമ്മെ സേവിക്കുവാനായിട്ട് അവർ ശ്രദ്ധിക്കുന്നു. കയ്യിലൊക്കെ ഒരു ഇഞ്ചക്ഷൻ എടുക്കണമെങ്കിൽ എത്രമാത്രം ഒരു കൊച്ചു കുഞ്ഞിനെ ശുശ്രൂഷിക്കുന്ന ലാഘവത്തോടുകൂടി ഒക്കെ ചെയ്യുന്ന കാണാൻ നമുക്ക് സാധിക്കും. അതേസമയം നേരെ തിരിച്ച് നമുക്ക് കാണാൻ സാധിക്കും, യാതൊരു കരുതലുമില്ലാതെ, യാതൊരു വിധമായ സ്നേഹവുമില്ലാതെ, യാതൊരു വിധമായ പരിഗണനയുമില്ലാതെ പ്രവർത്തിക്കുന്നവരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മുടെയൊന്നും ശരീരങ്ങൾ മനുഷ്യ ശരീരങ്ങളെന്ന് തോന്നാത്ത വിധത്തിൽ മൃഗങ്ങളോടെന്ന പോലെ പെരുമാറുന്നവരെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ ഗവൺമെന്റ് ഓഫീസുകളിൽ ചെന്നാൽ നമുക്കിത് അനുഭവവേദ്യമാണ്. ചില ഓഫീസുകളിൽ ചെന്നാൽ ആ ഓഫീസിന്റെ ഏറ്റവും താഴെത്തട്ട് നിൽക്കുന്ന വാതിൽ നിൽക്കുന്ന പിയൂണ് കയർത്ത് നമ്മോട് സംസാരിക്കും. വന്നിരിക്കുന്നത് ആരാണ്? ഇതൊന്നും അവർക്ക് വിഷയമല്ല. അവരവിടുത്തെ അധികാരികളാണ്. അവർക്കുള്ള അധികാരം കാണിക്കും. ഒരു പക്ഷേ നമ്മൾ ആ സ്റ്റെപ്പുകളൊക്കെ കടന്ന് ഏറ്റവും മുകളിൽ അതിലെ ഉന്നതമായ സ്ഥാനത്തിരിക്കുന്ന ആളിന് MD എടുത്തി എല്ലാമെങ്കിൽ നമുക്ക് വളരെ വലിയ സ്വീകരണം ലഭിച്ചേക്കാം, വലിയ ആദരവ് ലഭിച്ചേക്കാം. പക്ഷെ പലപ്പോഴും നമുക്കിത് പല ഓഫീസിലും കിട്ടത്തില്ല. ഒരു പ്രാവശ്യം ചെല്ലുമ്പോൾ കിട്ടേണ്ട കാര്യങ്ങൾ 3, 4, 5, 6 പ്രാവശ്യം ചെല്ലുമ്പോൾ നമുക്ക് ലഭ്യമാകുന്നില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കണം. നമ്മൾ അങ്ങനെ ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ നമ്മുടെ അടുക്കൽ വരുന്ന ഒരാളിനോട് നമ്മൾ എങ്ങനെ പെരുമാറുന്നതെന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം. ഒരു മാമോദീസ സർട്ടിഫിക്കറ്റ് വേണം, ഒരു ഡെത്ത് സർട്ടിഫിക്കറ്റ് വേണം, ഒരു മാരേജ് സർട്ടിഫിക്കറ്റ് വേണം, ഒരു കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് വേണം. അങ്ങനെയൊക്കെ നമ്മുടെ അടുക്കൽ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? സാധാരണഗതിയിൽ 2 മിനിറ്റ് 3 മിനിറ്റ് മാത്രം കാര്യമേ ഉള്ളൂ. അവർക്കത് എത്രയും വേഗത്തിൽ അവരെ വിളിച്ചു വരുത്തിയിരുത്തി സന്തോഷത്തോടെ ചോദിച്ച് അത് എഴുതി കൊടുക്കാൻ താല്പര്യം കാണിക്കുന്ന എത്ര പേര് കാണും? ഇന്നെനിക്ക് സമയമില്ല, നാളെ വരുമ്പോൾ പറയും, അയ്യോ ഞാൻ അത്യാവശ്യം എടുത്ത് പോവുകയാണ്, അടുത്ത ദിവസം പോവാം. ഇങ്ങനെ പല പ്രാവശ്യം നടത്തും. അതിന് പല കാരണങ്ങൾ ഇവർ കാണുമായിരിക്കും പറയാനായിട്ട്. നമ്മുടെ അടുക്കൽ വരുന്നവർ ഓരോരുത്തരും ബഹുമാന്യരാണെന്ന ബോധ്യത്തോടെ പെരുമാറാൻ നമുക്ക് സാധിക്കണം. ദാദർ ഈസ് എ ഹെൽ എന്നൊരു തത്വജ്ഞാനി പറഞ്ഞു. ദാദർ ഈസ് എ ഹെൽ എന്നൊരു തത്വജ്ഞാനി പറഞ്ഞിട്ടുണ്ട്. ദാദർ ഈസ് എ ബ്ലെസ്സിങ് എന്ന് വേറൊരു തത്വജ്ഞാനിയും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ അടുക്കിലേക്ക് വരുന്ന ഓരോരുത്തരും ഒരു അനുഗ്രഹമാണ്. അവരെ ശുശ്രൂഷിക്കുക ഒരു അനുഗ്രഹമാണ്. ഇത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കും. നമ്മുടെ മുൻപിൽ നിൽക്കുന്ന ഒരു ജനം, നമ്മെ ശുശ്രൂഷിക്കാൻ ഏൽപ്പിക്കുന്ന ജനം, നമ്മൊരു ഭവനത്തിൽ ചെല്ലുമ്പോൾ, നമ്മൊരു സ്കൂളിൽ ചെല്ലുമ്പോൾ, നമ്മൊരു ഓഫീസിൽ ചെല്ലുമ്പോൾ, അവിടെ നമ്മുടെ പെരുമാറ്റത്തിനും നമ്മുടെ ഇടപെടലിനുമൊക്കെ ഒരു പ്രത്യേകത ഉണ്ടായിരിക്കണം. നാം ദൈവത്തിന്റെ മനുഷ്യരാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. ബഹുമാനത്തോടും ആദരവോടും കൂടിയൊക്കെ പെരുമാറുവാൻ നമുക്ക് സാധിക്കണം. അന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒന്നുകൂടി പറഞ്ഞ കർത്താവ് അവസാനിപ്പിക്കും. സ്വന്തം ജീവൻ അനേകർക്ക് വേണ്ടി മോചനദ്രവ്യമായി നൽകുവാൻ അത്രയും. നമുക്കറിയാം, ഈ ലോകത്തിൽ സ്നേഹിതന്മാർക്ക് വേണ്ടി ഒരു പക്ഷേ ആരെങ്കിലുമൊക്കെ മരിച്ചേക്കാം. പക്ഷേ തൻ്റെ ശത്രുക്കൾക്ക് വേണ്ടി, തന്നെ കുരിശിച്ചവർക്ക് വേണ്ടി, തന്നെ പീഡിപ്പിച്ചവർക്ക് വേണ്ടി, തന്നെ നിന്ദിച്ചവർക്ക് വേണ്ടി, അതെ ലോകത്തിന് മുഴുവനും വേണ്ടി, പാപികൾക്ക് വേണ്ടി മരിച്ച ഒരു ദൈവപുത്രൻ. ആ ദൈവപുത്രനാ പറയുന്നത്, ഞാൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനാണ്. ആ നാഥനാണ് പറയുന്നത്, ഗുരുവാണ് പറയുന്നത്, നിങ്ങളുടെ ഓരോരുത്തരുടെയും ദൗത്യം ഒരു ശുശ്രൂഷയാണ്.
നാം ഏത് ദൗത്യത്തിലേർപ്പെട്ടാലും, ഒരപ്പനായാലും ഒരമ്മയായാലും ഒരു അധ്യാപകനായാലും ഒരു ഡോക്ടറായാലും ഒരു എഞ്ചിനീയർ ആയാലും, നമ്മുടെ ദൗത്യം എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, ഒരു അച്ഛനായിക്കൊള്ളട്ടെ, ഒരു സന്യാസിനി ആയിക്കൊള്ളട്ടെ, സന്യാസി ആയിക്കൊള്ളട്ടെ, ഒരു മെത്രാനായിക്കൊള്ളട്ടെ, നമ്മുടെ അധികാരങ്ങൾ ശുശ്രൂഷയാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടെങ്കിൽ അനേകരെ നേടിയെടുക്കുവാൻ നമുക്ക് സാധിക്കും. ദൈവരാജ്യത്തിന്റെ മഹത്വത്തിന് പ്രവർത്തിക്കുവാൻ നമുക്ക് സാധിക്കും. കർത്താവിൻ്റെ അടുത്തും വലത്തും ഇരിക്കുന്ന നല്ല പ്രാധാന്യം മറിച്ച് കർത്താവിനൊടുത്തു വസിക്കുന്നതാണ് എവിടെയാണെങ്കിലും നമുക്ക് നേട്ടം. അങ്ങനെയുണ്ടെങ്കിൽ ജീവിതത്തിൽ സഹനങ്ങൾ ഏറ്റെടുക്കുവാൻ നാം തയ്യാറാകണം. ആ സഹനങ്ങളെ നാം സ്നേഹിക്കണം, ആ സഹനങ്ങളെ നാം സ്വീകരിക്കണം. പരാതികളും പരിഭവങ്ങളും കൂടാതെ സഹനങ്ങൾ നാം ജീവിക്കുമ്പോൾ ആ സഹനങ്ങൾ നമുക്ക് രക്ഷയ്ക്ക് കാരണമായി തീരും. ജീവിതത്തിൽ കിട്ടുന്ന ഓരോ അവസരങ്ങളും നല്ല അവസരങ്ങളാക്കി മാറ്റുവാനും ശുശ്രൂഷ അവസരങ്ങളാക്കി മാറ്റുവാനും നമുക്ക് സാധിക്കണം. അനേകരുടെ ജീവിതത്തിൽ ഇത്ര നല്ല ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കും. മദർ തെരേസയാണ് ഏറ്റവും നല്ല മനോഹരമായ ഒരു ഉദാഹരണം നമുക്കറിയാവുന്നത്. വളരെ സൗകര്യപ്രദമായ രീതിയിൽ ഒരു കോൺവെന്റിന്റെ ഉള്ളറയിൽ എല്ലാവിധമായ സുഖസൗകര്യങ്ങളോടുകൂടി ഒരു അധ്യാപികയായി, ഒരു സന്യാസിനിയായി, പ്രാർത്ഥനകൾ ജപിച്ചുകൊണ്ട് വിദ്യ പകർന്നു കൊടുത്തുകൊണ്ട് സുഖമായി സുഭിക്ഷമായി ജീവിക്കാമായിരുന്നെങ്കിലും എല്ലാം ഉപേക്ഷിച്ച് വലിച്ചെറിഞ്ഞ് തെരുവിലേക്ക് ഇറങ്ങി. എന്തിനു വേണ്ടി? ഒരു ശുശ്രൂഷയാകുവാൻ വേണ്ടി, ദരിദ്രരായ മനുഷ്യർക്ക് വേണ്ടി, പീഡിതരായ മനുഷ്യർക്ക് വേണ്ടി, ആരും ഉപേക്ഷിക്കപ്പെട്ടാല മനുഷ്യർക്ക് വേണ്ടി, രോഗികളായ മനുഷ്യർക്ക് വേണ്ടി, മരണത്തെ കൺമുമ്പിൽ കിടക്കുന്ന മനുഷ്യർക്ക് വേണ്ടി അവരുടെ അടുക്കലേക്ക് ഇറങ്ങി ചെല്ലുവാനും അവരിലെല്ലാം യേശുവിനെ കാണുവാനും അവരെല്ലാം യേശുവിനെ ശുശ്രൂഷിക്കുവാനും അവർക്കെല്ലാം യേശുവിനെ പകർന്നു കൊടുക്കുവാനും അവർക്കെല്ലാം യേശുവിൽ എത്തിക്കുവാനും കഴിഞ്ഞൊരു മദർ തെരേസ. അങ്ങനെ അനേകരെ നാം കാണുവാൻ സാധിക്കും. പ്രിയ സഹോദരങ്ങളെ, അനേക വിശുദ്ധരുടെ ജീവിതങ്ങൾ പരിശോധിച്ച് നോക്കാമെങ്കിൽ നമുക്ക് യാഥാർത്ഥ്യം തിരിച്ചറിയാൻ സാധിക്കും. ഇത് മനസ്സിലാക്കി നമുക്കും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ ഒരു ശുശ്രൂഷ ജീവിതമാക്കി തീർക്കുവാൻ പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം. കിട്ടുന്ന അവസരങ്ങളൊന്നും നഷ്ടപ്പെടുത്തി കളയാതെ വിശ്വാസം സൂക്ഷിക്കുവാനും വിശ്വാസം ജീവിക്കുവാനും വിശ്വാസത്തിന്റെ ഏറ്റവും നല്ല ശുശ്രൂഷകളായി തീരുവാനും ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമീൻ.